അന്താരാഷ്ട്രീയ ഭൂപടത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള ചേരിതിരിവ് പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നയതന്ത്ര സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന. അമേരിക്കൻ മുൻഗണനകൾക്കോ താക്കീതുകൾക്കോ വഴങ്ങില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ബെയ്ജിംഗ് വാഷിംഗ്ടണിന് നൽകുന്നത്. ഇറാനുമേൽ പരമാവധി സാമ്പത്തിക ഉപരോധങ്ങളും സമ്മർദ്ദവും ഏർപ്പെടുത്തുകയെന്ന അമേരിക്കൻ തന്ത്രത്തിന് ആഗോളതലത്തിൽ പൂർണ്ണ പിന്തുണ നേടാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. ഇറാനുമായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാന നട്ടെല്ലായ എണ്ണ വ്യാപാരത്തെ ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ നീക്കങ്ങൾ. ഇറാനിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുകയും രാജ്യത്തിന് സാമ്പത്തിക ആശ്വാസം നൽകുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്താനും തങ്ങളോടൊപ്പം ചേരാൻ നിർബന്ധിക്കാനും വാഷിംഗ്ടൺ ശ്രമിക്കുന്നുണ്ട്. ഈ അമേരിക്കൻ നീക്കങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനം ചൈന തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയാണ് നിലവിൽ ഇറാനിയൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താവ്. ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ ചൈനയുടെ സഹകരണം അനിവാര്യമാണെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ ആവശ്യങ്ങളെയും ഭീഷണികളെയും പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് ചൈന സ്വീകരിച്ചിരിക്കുന്നത്. ഏകപക്ഷീയമായ ഉപരോധങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത്തരം നടപടികൾ പ്രദേശത്തെ സംഘർഷങ്ങൾ രൂക്ഷമാക്കുകയുള്ളൂവെന്നും ബെയ്ജിംഗ് വ്യക്തമാക്കുന്നുണ്ട്. പരമാധികാര രാജ്യങ്ങൾ തമ്മിലുള്ള നിയമപരമായ വ്യാപാര ബന്ധങ്ങളിൽ ബാഹ്യശക്തികൾ ഇടപെടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയമുള്ളത്. ഇറാനുമായുള്ള തങ്ങളുടെ സാമ്പത്തികവും ഊർജ്ജപരവുമായ സഹകരണം തുടരുമെന്ന സൂചന തന്നെയാണ് ചൈന നൽകുന്നത്. സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും പകരം നയതന്ത്ര ചർച്ചകളിലൂടെയും രാഷ്ട്രീയ സംഭാഷണങ്ങളിലൂടെയും മാത്രമേ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂവെന്ന് ചൈന വാദിക്കുന്നുണ്ട്. പ്രകോപനപരമായ നിലപാടുകൾ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് വഴി തുറക്കുമെന്ന ആശങ്കയും ചൈന പങ്കുവെക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ സ്വന്തം സ്വാധീനം ഉറപ്പിക്കാനുള്ള ചൈനയുടെ വിശാലമായ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗം കൂടിയാണ് ഇറാന് നൽകുന്ന ഈ പിന്തുണ. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിൽ മധ്യസ്ഥത വഹിച്ച ചൈന പ്രദേശത്തെ പ്രധാന ശാക്തിക കേന്ദ്രമായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്നത് ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ ഒഴിവാക്കാനാവാത്ത പങ്കാളിയാണ്. കുറഞ്ഞ നിരക്കിൽ സുസ്ഥിരമായി എണ്ണ ലഭിക്കാൻ ഇറാനുമായുള്ള ബന്ധം ബെയ്ജിങ്ങിനെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ബന്ധം ഉപേക്ഷിക്കാൻ ചൈന തയ്യാറല്ല. മാത്രമല്ല, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലാണ് ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. ഈ മേഖലയിൽ അമേരിക്കൻ സ്വാധീനം വർദ്ധിക്കുന്നത് ചൈനയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് തിരിച്ചടിയാക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ കൂടുതൽ കർശനമാക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള വഴികളാണ് ഇറാനും ചൈനയും തിരയുന്നത്. ഡോളർ ഇതര വ്യാപാര സംവിധാനങ്ങളും പ്രാദേശിക കറൻസി ഉപയോഗിച്ചുള്ള ഇടപാടുകളും ഇതിനായി ശക്തമാക്കപ്പെടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾക്കും ഉപരോധങ്ങൾക്കും ചൈന തടസ്സമാക്കുന്നത് വാഷിംഗ്ടണിൽ വലിയ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ചൈനീസ് കമ്പനികൾക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ അമേരിക്ക നിർബന്ധിതരായേക്കാമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇത് അമേരിക്കയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന സാമ്പത്തിക വ്യാപാര തർക്കങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാൻ ഇടയാക്കും. ഇറാൻ വിഷയത്തിലെ ഈ വ്യത്യസ്ത നിലപാടുകൾ ഇരു വൻ ശക്തികളും തമ്മിലുള്ള ശീതയുദ്ധ സമാനമായ അന്തരീക്ഷം ശക്തിപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ റഷ്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും അമേരിക്കയുടെ ഏകപക്ഷീയ ഉപരോധങ്ങളെ എതിർക്കുന്ന സാഹചര്യത്തിൽ ചൈനയുടെ നിലപാട് ഇറാന് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ചൈനയുടെ സാമ്പത്തിക ശേഷി ഇറാനെ സഹായിക്കുന്നുണ്ട്. ഇറാൻ വിഷയം കേവലം ഒരു മിഡിൽ ഈസ്റ്റ് സംഘർഷം എന്നതിലുപരിയായി അമേരിക്കയും ചൈനയും തമ്മിലുള്ള ആഗോള മേധാവിത്വ പോരാട്ടമായി മാറിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ നയതന്ത്ര തർക്കം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഭൗമരാഷ്ട്രീയത്തെയും കാര്യമായി സ്വാധീനിക്കും.